ട്യൂഷൻ ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ് ആയിട്ട് മാത്സ് ചാപ്റ്റർ 5 സർക്കിൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിലെ പേജ് നമ്പർ 66 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു ഭാഗം കഴിഞ്ഞു. നമ്മള് കോഡ്സ് സർക്കിളില് നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു? സർക്കിളില് കോഡ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താണ് കോഡ്, എങ്ങനെയാണ് ഞാൻ കോഡ് എങ്ങനെയാ വരയ്ക്കണേന്ന് പറഞ്ഞു. ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചാൽ ദാറ്റ് ഈസ് ദ കോഡ്, ഞാൻ എന്ന് പറഞ്ഞത് അല്ലെ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാൻ എന്താണെന്ന്, കോഡ് എന്താണെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞു ദ ലോങ്സ്റ്റ്, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കോഡ് ഏതായിരിക്കും? ഇറ്റ്സ് എ ഡയമീറ്റർ. കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യാസമാണ് ഏറ്റവും വലിയ ഞാൻ. എഴുതി വെച്ചതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. ഏറ്റവും വലിയ കോഡ് എന്താണ്? വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് കോഡ്? ഏതാണ് ഏറ്റവും ലോങ്സ്റ്റ് കോഡ്? ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് ഇനി ഇങ്ങോട്ട് പോകുന്തോറും ഈ ഞാനിന്റെ നീളങ്ങൾ എന്താ സംഭവിക്കുക? ചെറുതായി ചെറുതായി പോകും അല്ലെ. അപ്പൊ കേന്ദ്രത്തിലേക്ക് അടുക്കും തോറും, കേന്ദ്രത്തിന്റെ അടുത്തേക്ക് അടുത്ത് വരും തോറും ഇതെന്താണ്? വലുതാണ് അല്ലെ. ഇത് ചെറുതാണ്, അത് കഴിഞ്ഞ് കേന്ദ്രത്തിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും തോറും വലുതായി വലുതായി പോകും. കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്റെ നീളം കുറയും. അപ്പൊ ഈ ഡിസ്റ്റൻസ് കൂടിയാൽ, കേന്ദ്രത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ കോഡിന്റെ നീളം കുറയും. മനസ്സിലായി റിലേഷന്? ഇതാണ് സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഞാനിന്റെ നീളം, കോഡിന്റെ നീളം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സെന്ററിലേക്ക് അടുക്കും തോറും ഞാനിന്റെ നീളം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഇനി വരയ്ക്കാനുള്ളത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാമെന്നാണ്. ചോദ്യം എഴുതാം. ഡ്രോ എ സർക്കിൾ and an equilateral triangle inside it. ഒരു വൃത്തം വരച്ച് അതിനുള്ളില് ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അതിന് രണ്ട് രീതി ഇവിടെ പറയുന്നുണ്ട്. എന്താണ് രണ്ട് രീതി? ഒന്നാമത്തെ രീതി നമുക്കറിയാം. ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. ആദ്യം നമ്മൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ കോമ്പസ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? കോമ്പസ് കൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം, അതേ ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ രണ്ട് സൈഡ് കിട്ടും അല്ലെ. ഇങ്ങനെ ഒരു സൈഡ് കിട്ടും, ഇങ്ങനെ ഒരു സൈഡ് കിട്ടും. പക്ഷെ മൂന്നാമത്തെ ഈ വശം എന്ന് പറയുന്നത്, ഈ മൂന്നാമത്തെ വശം ഇതിന് ഈക്വൽ ആണെങ്കിലാണ് ഇത് ഇക്വിലാറ്റർ ആവുള്ളൂ. ചിലപ്പോൾ ഈക്വൽ ആവില്ല. ആവുന്നുണ്ടോ? ഇല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇടിക്കുന്ന ഒരു സൈഡ് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കെയർഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അളവും അതുപോലെ ഈ അളവും തുല്യമായിട്ട് നമുക്കിത് വരയ്ക്കാൻ സുഖമാണ്. ഒരു പോയിന്റ് കുത്തിയാൽ മതി. സർക്കിളിൽ എവിടേക്കും ഒരു കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം. പക്ഷെ ഈ ആർക്കും കൂടി വരയ്ക്കുമ്പോ അത് സെയിം അളവ് തന്നെയാണെങ്കിലാണ് ഇറ്റ്സ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് പോകും. അപ്പോ നമുക്ക് ആ വഴി നമുക്ക് സക്സസ് അല്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോ നമ്മുടെ തെറ്റിപ്പോകാം, ചിലപ്പോ ശരിയാകാം, പക്ഷെ നമുക്ക് ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആംഗിൾസ് നോക്കാണ് കേട്ടോ. ആംഗിൾസിന്റെ ആണ് ആദ്യം ചെയ്യുന്ന രീതി. നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിളിന്റെ ഉള്ളില് നമുക്ക് റഫ് ഫിഗർ ഞാൻ ആദ്യം വരച്ചിടാം. ഇങ്ങനെ ഒരു സർക്കിളാണ്. ഇതിന്റെ ഉള്ളില് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വേണമെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കണം? 60. ഈ ആംഗിൾ എത്രയാ? 60. ഈ ആംഗിൾ 60. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 3 സൈഡ്സും ഈക്വൽ ആവും. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും അല്ലെ. അപ്പൊ അതിന് നമ്മൾ ആദ്യം സെന്ററിലേക്ക്, സർക്കിളിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് 60 വരയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? റഫ് ഫിഗറിൽ ശരിയാക്കാം. ഒരു റേഡിയസ് എടുക്കാം. ഒരു റേഡിയസ് വരച്ചിട്ട് അതിന് ഇവിടേക്ക് ഒരു ആംഗിളും ഇവിടേക്ക് ഒരു ആംഗിളും. പക്ഷെ ഈ ആംഗിൾ എത്രയായിരിക്കണം? ഇവിടെ 60 ആണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഇവിടെ. എത്രയാണ്? 120. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ഒരു സർക്കിളിന്റെ ഇത് എത്രയാണ്? ഇറ്റ് ഈസ് 360 ആണ്. 360 അല്ലേ. അപ്പൊ ഇതിന് ചുറ്റും നമുക്ക് വേണ്ടത് 360 ആണ്. അപ്പൊ 360 ഇത് ഒരു ഭാഗം, 2 ഭാഗം, 3 ഭാഗം. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് മനസ്സിലായോ? ടോട്ടൽ ഇത്
ഇനി ഇത് കിട്ടില്ലേ, നമുക്കറിയാം 60യുടെ ഇരട്ടിയാണ് 120, ഇവിടെ 60യുടെ ഇരട്ടി ഇവിടെ 120, ഇവിടെ 60യുടെ ഇരട്ടി 120 ആണ്. പക്ഷെ അത് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ആംഗിൾ 360 ആണ്. അപ്പൊ അതിന് 3 കഷ്ണങ്ങൾ നമ്മൾ ആക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എത്ര പ്രാവശ്യം പോകും, 1, 6 എത്ര പ്രാവശ്യം പോകും, 2, 20. അങ്ങനെ നമുക്ക് കിട്ടി 120. ഇത് 120, ഇത് 120. അപ്പൊ ഫസ്റ്റ് രീതി നമ്മുടെ റഫ് ഫിഗറിൽ നിങ്ങൾ വരച്ചു വെക്കാം. എന്നിട്ട് ഈ 360 എങ്ങനെയാണ് 120 കിട്ടിയെന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു സർക്കിൾ വരയ്ക്കാം. അതിന്റെ കേന്ദ്രം സെന്റർ അടയാളപ്പെടുത്തി അല്ലെ. എന്നിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ആർക്ക് വരയ്ക്കാം. എവിടെ വേണമെങ്കിലും, സോറി ആർക്കല്ല, റേഡിയസ് കേട്ടോ. ആരം വരയ്ക്കാം, റേഡിയസ് നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ഈ റേഡിയസിനെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെരിച്ച് വരയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ശരിക്കും ട്രയാങ്കിൾ കിട്ടും. ഇനി അതല്ല നിങ്ങൾ നേരെ വേണമെങ്കിൽ നേരെ വെച്ചോ. എന്നിട്ട് ഇവിടെ എത്ര ചെയ്യണം, 120 എടുക്കുക. 120 എടുക്കുമ്പോ ഇങ്ങനെ കിട്ടും അല്ലെ. ഈ 120 ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എത്രയാണ് എടുക്കേണ്ടത്, ഇവിടെ 120 എടുക്കുക, ഇതും 120 എടുക്കുക. 3 ആംഗിൾസ് 120, 120, 120. മനസ്സിലായോ? കേന്ദ്രത്തിൽ അടയാളപ്പെടുത്താം, സെന്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് അതിന്റെ ഒരു റേഡിയസ് വരയ്ക്കാം. എല്ലാവരും വൃത്തിയിൽ വരച്ചിട്ടുണ്ടാവണം കേട്ടോ. ഇതൊരു റേഡിയസ് വരയ്ക്കാം. ഇവിടുത്തെ പ്രൊട്രാക്ടർ ഇവിടെ വെക്കാം കേട്ടോ, സെന്റർ ഇവിടെ ആയിട്ട്. എന്നിട്ട് 120, അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ പുസ്തകം തിരിച്ചു പിടിച്ചത് 120, ഇത് 120. രണ്ടെണ്ണം വരച്ച് നോക്കിയാൽ മതി, മൂന്നാമത്തെ 120 ഉണ്ടാവും നിങ്ങളുടെ. എന്നിട്ട് ഈ 3 അറ്റങ്ങളും ഈ 3 വെർട്ടിസസ് 3 പോയിന്റ്സിനെ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇതൊന്ന് അളവ് നോക്കിയേ. ഇവിടെ കോമ്പസ് ഇവിടെ എടുക്കുക. ഈ അളവും ഈക്വൽ ആണോ നോക്കുക. That is the first method to do an equilateral triangle in a circle. സർക്കിളിന്റെ ഉള്ളില് ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനുള്ള ഫസ്റ്റ് രീതി എല്ലാവർക്കും മനസ്സിലായി കിട്ടിയില്ലേ? എങ്ങനെയാ നമ്മൾ വരച്ചത്, ആദ്യം ആംഗിള്, നടുക്കുള്ള ഈ ആംഗിള് കണ്ടുപിടിച്ചു അല്ലെ. ഈ ആംഗിളിൽ കൂടെ നോക്കി നമ്മള് എത്ര എണ്ണം നമുക്ക് വരയ്ക്കാനായിട്ട് 3 ഭാഗമാക്കണം എന്ന് കണ്ടു. അപ്പൊ അതുകൊണ്ടാണ് 360നെ 3 കൊണ്ട് നമ്മള് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി, 120 ആണ്. അപ്പൊ നമ്മൾ ഒരു സൈഡ് ഒരു റേഡിയസ് വരച്ചു. എന്നിട്ട് 120, 120, 120 എല്ലാവർക്കും കിട്ടി അളവെടുക്കാനായിട്ട്. അറിയില്ലേ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ? അടുത്തത് ഇനി അടുത്തൊരു രീതി, 2 രീതിയിൽ നമുക്ക് വരയ്ക്കണം കേട്ടോ. ഫസ്റ്റ് രീതി ഇത് കഴിഞ്ഞു, ഇത് നമുക്ക് അറിയുന്നതാണ്. ഇനി നമ്മുടെ കോഡ് ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ സർക്കിളിന്റെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന രീതി ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാൻ നോക്കുകയാണ്. അതിന് ഞാൻ ആദ്യം റഫ് ഫിഗർ വരച്ച് കാണിച്ചതാണ്. അങ്ങനത്തെ നമുക്ക് ശരിക്കും വരയ്ക്കാം കേട്ടോ. ഇതൊരു റഫ് ഫിഗർ ആണ്, സർക്കിൾ. ഞാനെല്ലാം റഫ് ഫിഗർ ആയിട്ട് തന്നെ വരയ്ക്കണം. നിങ്ങൾ പക്ഷെ ശരിക്കും അളവെടുത്ത് വരയ്ക്കണം കേട്ടോ. ഇത് റഫായിട്ട് നിങ്ങൾ വരച്ചാൽ മതി. പക്ഷെ ഇവിടെ വരയ്ക്കുന്നത് നിങ്ങൾ ശരിക്കും അളവെടുത്ത് വരയ്ക്കണം. അപ്പൊ ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. ഒരു 2 വേണ്ട 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ആദ്യം തന്നെ ഇതിന്റെ റേഡിയസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ റേഡിയസ് എത്ര സെന്റിമീറ്റർ ഉണ്ട്, ഒരു സർക്കിള് 3 സെന്റിമീറ്റർ റേഡിയസില് ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് ഈ സർക്കിളിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ല, റേഡിയസിന് ഈ ആരത്തിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാ ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം? ഒരു ലൈൻ വരച്ചു, ഇവിടെ കോമ്പസ് കുത്താം, ഇവിടെ പകുതിയിലും കൂടി ഇങ്ങോട്ട് ആക്കും, ഇവിടെ ആക്കും അല്ലെ. അതേ അളവ് തന്നെ എടുത്തിട്ട് ഇവിടെയും വരച്ച് ഇത് യോജിപ്പിച്ചാൽ ദിസ് ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈ വശം തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ചെയ്യുന്നത് ഈ ആരത്തിന് ഈ റേഡിയസിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കുക? ഇവിടെ കോമ്പസ് കുത്താം, എന്നിട്ട് ഇതിന്റെ പകുതിയിൽ കൂടെടുത്തിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കാം, ഇവിടെ മാർക്ക് വരയ്ക്കാം. അതുപോലെ ഇതും ഇവിടെ മാർക്ക് വരച്ചിട്ട് ഇത് ഇങ്ങനെ യോജിപ്പിക്കാം. കിട്ടിയില്ലേ? എന്നിട്ട് ഈ അറ്റം ശരിക്കും സ്കെയിൽ ഉപയോഗിച്ചിട്ട് നീക്കാം. അപ്പോ ഇത് നമുക്ക് നോക്കി AB ഒരു കോഡ്, ഒരു ഞാനല്ലേ. ഞാൻ എന്ന് പറഞ്ഞാൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അറ്റങ്ങള് വൃത്തത്തിലുള്ള ഒരു ലൈനായി കിട്ടിയില്ലേ? അപ്പോ ഇതാണ് നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ഒരു കോഡ്. എന്നിട്ട് ഈ റേഡിയസ് ഇങ്ങോട്ട് നീട്ടാം. ഈ റേഡിയസ് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. കിട്ടിയോ? അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ വരക്കണേ നോക്കാം.
ആദ്യം തന്നെ നിങ്ങൾ എങ്ങനെ വരയ്ക്കേണ്ടത് ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ. റഫ് ഫിഗർ നമ്മൾ വരച്ചു. ആദ്യം നിങ്ങൾ ഒരു 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഈ റേഡിയസ് ഇവിടെ നിങ്ങളുടെ അടയാളപ്പെടുത്താം. ഇതാണ് റേഡിയസ്. എന്നിട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെയും ഇവിടെ ഇങ്ങനെ വരച്ചു. ഇതിങ്ങോട്ട് യോജിപ്പിച്ചു ഇല്ലേ? എന്നിട്ട് ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടാം. നീട്ടുമ്പോ നമുക്ക് കിട്ടും എയും ബിയും എന്ന് പറഞ്ഞൊരു കോഡ് കിട്ടി, ഒരു ഞാൻ കിട്ടി അല്ലെ. ഇനി ഈ ഇത് തന്നെ നമുക്ക് 2 രീതി ചെയ്യാം കേട്ടോ. ഈ അളവ് നിങ്ങൾ കോമ്പസിൽ ഇങ്ങനെ അളന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആർക്ക് വരച്ചാൽ ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി, ഇങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേറെ രീതി പറഞ്ഞത് എന്താണ്? മൂന്നാമത്തെ രീതിയാണ് കേട്ടോ. ആദ്യത്തെ രീതി നമ്മൾ എന്ത് പറഞ്ഞു? ഇതിങ്ങനെ യോജിപ്പിച്ചാൽ മതി. ഇത് ഡയമീറ്റർ, ഈ റേഡിയസ്, ഇത് റേഡിയസ് അല്ലേ, ആരമല്ലേ? ഈ ആരം നീട്ടി ഇങ്ങോട്ട് വരയ്ക്കുക. ഈ മുട്ടുന്ന ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവും. ഇനി അത് മൂന്നാമത്തെ ഒരു രീതിയാണ്. നമ്മൾ ഇത് പറഞ്ഞത് എന്താണ്? ഈ അളവുണ്ടല്ലോ, അത് അടുത്ത രീതി പറഞ്ഞുതരാം. ഇതിപ്പോ രണ്ടാമത്തെ രീതി കിട്ടിയില്ലേ? ഇനി മൂന്നാമത്തെ രീതി ഇതേപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുള്ളൂ. അവസാനത്തെ ഭാഗം മാത്രം ഒന്ന് വ്യത്യാസം വരയ്ക്കാം കേട്ടോ. നോക്കിയേ, ഒരു സർക്കിൾ വരയ്ക്കാം 3 സെന്റിമീറ്റർ റേഡിയസില്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റേഡിയസ് വരച്ചു. എന്നിട്ട് കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെ അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇവിടെ വരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ. രണ്ടാമത്തെ രീതിയിൽ നമ്മൾ എന്താ ചെയ്തത്? ഇതിനെ ഇങ്ങോട്ട് നീട്ടല്ലേ ചെയ്തത്, നേരെ വര നീട്ടി അതിന് യോജിപ്പിച്ചു. പക്ഷെ മൂന്നാമത്തെ രീതിയിൽ നമ്മൾ ഈ വരനെ യോജിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് കോമ്പസിൽ ഇതിങ്ങനെ അളക്കുക, ഈ അളവ് കേട്ടോ, ഈ എ ബി അളക്കുക കോമ്പസിൽ. എന്നിട്ട് അത് ഇങ്ങോട്ടും ഇവിടെ നിങ്ങളും ചാപം വരയ്ക്കുക. സോറി, ഈ സർക്കിളിലായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിവിടെ ഈ 2 അറ്റങ്ങളും ഇതിലേക്ക് യോജിപ്പിച്ചാൽ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇപ്പൊ 3 രീതിയിൽ വരയ്ക്കാൻ പറഞ്ഞല്ലോ. ഒന്ന് ആംഗിൾ വെച്ചിട്ട് പറഞ്ഞു. ഇനി കോഡും റേഡിയസും തമ്മിൽ 2 രീതിയിൽ, ഒന്ന് ആർക്ക് ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ റേഡിയസ് ഇങ്ങനെ നീട്ടിയിട്ട് വരയ്ക്കാം. അപ്പൊ 3 രീതിയിൽ എല്ലാവരും വരച്ച് ശരിക്കും കാണിക്കണം കേട്ടോ. 3 രീതിയിൽ വരച്ചിട്ടുണ്ടാവണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി അടുത്തത് പേജ് നമ്പർ 68 പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 68 എടുക്കാം. അപ്പൊ 3 രീതിയിൽ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയൊക്കെ പ്രൂവിംഗ് ആണ്. ഫസ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാം. പേജ് നമ്പർ 68 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വര അവ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കാനായിട്ട്. കിട്ടിയോ? ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം കേട്ടോ. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ 2 intersecting circle is the perpendicular bisector of the line joining the point of intersection. 2 സർക്കിൾ ഇന്റർസെക്ട് ചെയ്യാം. പണം അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വലിയ ഒരു സർക്കിൾ ആണ് കേട്ടോ. ഇത് വലിയ സർക്കിളും പിന്നത്തെ ഒരു ചെറിയ സർക്കിളും. ഇതൊരു ചെറിയ സർക്കിൾ കിട്ടിയില്ലേ? എന്നിട്ട് ഇതിന്റെ സെന്റർ ഇങ്ങ് യോജിപ്പിക്കാൻ. പിന്നെ ഇവിടെ നിന്ന് ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റില് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം കേട്ടോ. അവര് പേരൊന്നും തന്നിട്ടില്ല. ഇതിന്റെ സെന്റർ ഇത് എ കേന്ദ്രമായിട്ടുള്ള വൃത്തവും ഇത് ബി. ടെക്സ്റ്റിന് ഒന്നും തന്നിട്ടില്ലല്ലോ, പേരൊന്നും തന്നിട്ടില്ല. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ സെന്റർ കൊടുത്തു. ഇത് എ എന്ന് പറയുന്ന സെന്ററും ഇത് ബി എന്ന് പറയുന്ന സെന്ററുള്ള സർക്കിള്. എ കേന്ദ്രമായിട്ടുള്ള വൃത്തവും ബി കേന്ദ്രമായിട്ടുള്ള വൃത്തവും. എ കേന്ദ്രമായിട്ടുള്ള വലിയ വൃത്തം, ബി കേന്ദ്രമായിട്ടുള്ള ചെറിയ വൃത്തം. എന്നിട്ട് ഇവിടെ 2 പോയിന്റിൽ ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിന് നമ്മൾ പിയും ക്യൂവും കൊടുക്കാം. എന്നിട്ട് ഇത് ശരിക്കും നേരെ വരയ്ക്കാം. കിട്ടിയോ? ഇതാണ് നമ്മുടെ പടം തന്നിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ
ബൈസെക്ടർ ആണെന്ന്. അവ രണ്ട് വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ യോജിപ്പിക്കുന്ന വര, അവ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ ലംബ സമഭാജിയാണ് എന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചു കിടക്കുന്ന ഈ വരയുണ്ടല്ലോ അതിന്റെ ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പേര് കൊടുക്കാം, ഓ കൊടുക്കുകയാണെങ്കിൽ എന്താണെങ്കിൽ കൊടുക്കുക കേട്ടോ. ലംബ സമഭാജിയാണെന്ന് പറഞ്ഞാൽ PO = QO അല്ലെ. ഇതും തുല്യമാണെന്ന് തെളിയിക്കണം. ഇത് 90 ഡിഗ്രി ആണ്. ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ബൈസെക്ടർ ആണെന്നൊക്കെ ആദ്യം പ്രൂവ് ചെയ്യാൻ ഇതും ഈക്വൽ ആയ അല്ലെ. PO = QO എന്നാൽ ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ, സോറി ഇറ്റ്സ് എ ബൈസെക്ടർ ആണ്. ഇനി പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? PQ perpendicular to AB. PQ എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ AOP എന്ന് നമ്മൾ തെളിയിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പേരിനനുസരിച്ച് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ശരിക്കും പേര് നോക്കുക. AOP എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. AOP = 90 ആണ്. അതേപോലെ AOQ = 90 ഡിഗ്രി. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? കിട്ടിയില്ലേ? ചോദ്യം കിട്ടിയില്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. അപ്പൊ ചോദ്യം ആദ്യം മനസ്സിലാക്കാം കേട്ടോ. ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ബൈസെക്ടർ ആയിരിക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. രണ്ട് കാര്യമാണ്, ഇതും ഈക്വൽ ആവണം, അതുപോലെ തന്നെ ഇത് 90 ഡിഗ്രി. ആദ്യം തന്നെ അതിന് നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുകയാണ് കേട്ടോ. ഈ ട്രയാങ്കിളിന്റെ ഇത് ഇങ്ങനെയും നമ്മൾ യോജിപ്പിച്ചു. ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾസ് ആണ്? APBയും AQBയും. നോക്കാം, APB പടത്തിൽ നോക്കാട്ടോ. APB എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും പിന്നെ നമ്മൾ എടുത്ത ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ് എടുക്കണേ എന്ന് ശ്രദ്ധിക്കണത്. AQB രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. APBയും AQBയും കൺസിഡർ ചെയ്തു. APB AQB കിട്ടിയില്ലേ? ഇനി ഈ രണ്ട് ട്രയാങ്കിൾസ് ഒന്ന് ഈക്വൽ ആക്കിയേ. എങ്ങനെ ഈക്വൽ ആക്കാം? അതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. AP = എന്താ? AP എന്ന് പറഞ്ഞാൽ ഈ വലിയ സർക്കിളിന്റെ A കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിന്റെ ആരമാണ്, അതിന് തുല്യമാണ് AQ. കിട്ടിയില്ലേ? കാരണം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ഇതൊരു ട്രയാങ്കിളും ഇതൊരു ട്രയാങ്കിളും എടുത്താൽ അതിലെ ഫസ്റ്റ് ട്രയാങ്കിളിലെ APയും രണ്ടാമത്തെ ട്രയാങ്കിളിലെ AQയും തുല്യമാണ്. വാട്ട്സ് ദ റീസൺ? റീസൺ എന്താണ്? അത് റേഡിയസ് ആണ്. അടുത്തത് ഇത് കണ്ടുപിടിക്കാം. എന്താണ്? PB = QB. അതിനും സെയിം റീസൺ ആണ്. ഈ സർക്കിളിന്റെ B കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിന്റെ ആരങ്ങൾ ഇവിടെ എഴുതി വെക്കുന്നത് A കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിന്റെ ആരങ്ങൾ. റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ A. രണ്ടാമത്തത് റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ B. കിട്ടി. ഇനി മൂന്നാമത്തത് നമുക്ക് എന്താണ്? ഇത് രണ്ട് കിട്ടി. മൂന്നാമത്തേക്ക് കോമൺ സൈഡ് AB = AB. എന്താ എഴുതിയേക്കാം? കോമൺ സൈഡ്. മൂന്ന് കാരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് therefore APB = AQB അല്ലെ. APB എന്ന് പറഞ്ഞ ട്രയാങ്കിളും AQB എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. കാരണം മൂന്ന് സൈഡ്സ് അല്ലെ, ഈ സൈഡും ഈ കോമൺ സൈഡും ഇതും ഇതിന്റെ കോമൺ സൈഡും മൂന്ന് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രന്റ് ആണ്, ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഈ ആംഗിളിന്റെ പേര് എങ്ങനെ എഴുതാം? ആംഗിൾ PAPAO അല്ലെ. അത് = ആംഗിൾ QAO എന്ന് പറഞ്ഞാൽ ഇത് X ആണെങ്കിൽ ഇത് X ആണ്. എങ്ങനെ എഴുതാം? QAO. ഇത്രയും മനസ്സിലായില്ലേ? നമ്മളപ്പോ ഫസ്റ്റ് ഭാഗം ഇതിന്റെ കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ബാക്കി ഇതിന് രണ്ടാമത്തെ സർക്കിൾ, രണ്ടാമത്തെ ട്രയാങ്കിൾ വീണ്ടും പരിഗണിക്കണം. നമ്മൾ പ്രൂവ് ചെയ്തു നമുക്ക് എന്താണെന്ന്, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് അല്ലെ. അതുപോലെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈക്വൽ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിന്
ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഇത്രയും ശരിക്കും മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എ പി ബിയും എ ക്യു ബിയും പരിഗണിച്ചു അല്ലെ. കൺസിഡർ ട്രയാങ്കിൾ എ പി ബി ആൻഡ് എ ക്യു ബി. അതില് എ പി ഇസിക്കൽ ടു എ ക്യു ആണ്, പി ബി ഇസിക്കൽ ടു ബി ക്യു ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ കോമൺ സൈൻ എ ഒ എ ബിയും ബി എയും അല്ലെ സെയിം ആണ്. അപ്പൊ ഈ മൂന്ന് സൈഡും ഇതിലെ മൂന്ന് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ അതിലെ ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത്രയുമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ബാക്കിയുള്ളത് ഇതിന്റെ നമ്മൾ പകുതി ആയിട്ടുള്ള ഈ കണക്കില്ല കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം.